ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഏത് സിറ്റുവേഷനാണ്, ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും സ്മൂത്ത് ഗോയിങ്ങിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ്, ദ ഫുൾ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഹറിബറി പിടിച്ചു നിൽക്കുന്ന ഒരു എനർജി അല്ല. വളരെ കാമായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സും വളരെ കാമാണ്, അവരുടെ പ്രവൃത്തികളെല്ലാം ഒരു കാമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു കെയറിങ് എനർജിയിലുള്ള, നിങ്ങളെ ഒത്തിരി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കെയറിങ് എനർജിയിൽ നിങ്ങളെ കരുതലോടുകൂടി നോക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന, നോക്കി കാണുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൻഡ്സിൻ്റെ ഒരു കാർഡാണ്. ആ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ വളരെയധികം അവർക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവരൊന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട്, ആ മിസ് ചെയ്യുമ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ട് അവരൊന്ന് മടിച്ചു നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എനർജീസ് തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ മനസ്സിൽ നിങ്ങളോട്, നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് അവരതിനെ കണ്ടിരിക്കുന്നത്. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് നൽകാൻ, ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി നിൽക്കാൻ ഒക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് അവർ കാണുന്നുണ്ട്. അല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ളൊരു ഇതിനു വേണ്ടിയോ, ഒരു സന്തോഷത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നുമല്ല ഈ റിലേഷൻഷിപ്പ്. ആ ഒരു രീതിയിലല്ല അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിൽ കാണുന്നത് എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു സെക്കൻഡ് കാർഡ് ടെൻ ഓഫ് പെന്റിക്കിൾസ് ഒക്കെ ഒരു വലിയ പോസിറ്റീവ് കാർഡ് തന്നെയാണ്. വളരെയധികം പോസിറ്റിവിറ്റിയാണ് തരുന്നത്. ഈ ഒരു ബന്ധം ശരിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെക്യൂർ ആയിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു, കുറച്ചും കൂടി ഒരു സെക്യൂർ ആകാനുണ്ട്, അത് ഒരു സെക്യൂരിറ്റി, അതായത് ഒരു സ്റ്റെബിലിറ്റി ഇതിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു ചിന്ത അവർക്ക്, അത്തരത്തിലുള്ള ഫീലിങ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇവർക്ക് നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ള കാർഡുകളാണ്. അതായത് ഇവർ ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഇമോഷണലി ഇവർക്ക് നഷ്ടപ്പെട്ടതുപോലെ ഇവർക്ക് ഫീൽ ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോൺവെർസേഷനൊക്കെ ഉണ്ടാകാം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം, ഇവരോട് എല്ലാ രീതിയിലും നിങ്ങൾ നല്ലൊരു അറ്റാച്ച്മെൻറ്റിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരമുണ്ട്, കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. എങ്കിൽ കൂടിയും ഒരു ഒറ്റപ്പെടൽ, പഴയതുപോലെയുള്ള ഒരു ഇമോഷണൽ അട്രാക്ഷൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി ആ ഒരു ഫീല് നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇവർക്കുള്ളത്, ഉണ്ടാകുന്നത് എന്നാണ് കാണുന്നത്. അതായത് ഔട്ട് ഇൻ ദ കോൾഡ് എന്നൊരു എനർജി, അതായത് ഒരു തണുത്ത, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു കാമായി പോയ ആ ഒരു രീതിയിലുള്ള ഒരു ഇമോഷണൽ അപ്രോച്ചാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളതായിട്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവർക്ക് തോന്നുകയാണ്, ഒറ്റപ്പെട്ടു പോയതുപോലെ അവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു സമയത്ത്
സമയത്തൊക്കെ ആ നിങ്ങളുടെ ഒരു ഫീലിങ്സും നിങ്ങളുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒത്തിരി അധികം ആഗ്രഹിക്കുന്ന ഒരു സമയങ്ങളിലൊക്കെ നിങ്ങളെ വളരെയധികം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളെ അവർ ശരിക്കും ഒരു കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്റ്റേബിളായിട്ട് അവരുടെ ലൈഫിൽ എന്നും ഉണ്ടാകണം എന്ന് അവർ വിചാരിച്ചിരുന്നു. നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിരുന്നു. വിശ്വസിക്കാൻ പറ്റിയ ഒരാളായിട്ട് അവർ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് കലർന്ന ഒരു സ്നേഹമാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു റെസ്പെക്റ്റ്, വളരെയധികം ഒരു ബഹുമാനം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അവർക്ക് ആ ഒരു ബഹുമാനം നിങ്ങളോടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു റെസ്പെക്റ്റോടു കൂടി അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് വീണ്ടും ഈ ഒരു ചിലപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ ആളുകളും ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലോ ഒക്കെ സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം. അപ്പോൾ വീണ്ടും ഈ ഒരു ബന്ധം ഒന്നും കൂടെ ന്യൂ ബിഗിനിങ് നടത്താനായിട്ട്, ഒരു റീയൂണിയൻ ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോപ്പറേഷൻ ഒക്കെ ഇതിന് ആവശ്യമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ ഇവർക്ക് വലിയൊരു ഡിസപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് കുറേയധികം ഓവർ തിങ്കിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരെ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും ഒരു കൊളാബായി പോയത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ഇവർക്കറിയാമെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് ഇവർ ഒരിക്കൽ പോലും സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ല നിങ്ങളുടെ അടുത്ത്. അത് ആ ഒരു കാര്യങ്ങളും പ്രശ്നങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നാണുള്ള ആ ഒരു ബോധ്യവും അവർക്ക് ഒത്തിരി അധികം നിരാശ കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ അവർ ഈ ഒരു പാസ്റ്റിനെ കുറിച്ച് വളരെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ഇവർ പാസ്റ്റിലെ സംഭവങ്ങളെല്ലാം ആലോചിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എത്ര പ്രാവശ്യം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള എനർജി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സമയങ്ങളിലെല്ലാം നിങ്ങളെ വളരെയധികം ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരണം, എൻ്റെ ആഗ്രഹം സഫലമാകണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് എനർജി വരണം ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പേജ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കും, മുൻകൈ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഭാരമുള്ള ഒരു മനസ്സാണ് എന്ന് കാണുന്നുണ്ട്. ഒത്തിരി വിഷമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ കൂടിയാണ് എന്നാണ് കാണുന്നത്. ഇതെല്ലാം കൊണ്ട് ഇവരുടെ ഹൃദയം ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ്. ഈ ഭാരമെല്ലാം താങ്ങി മാനസികമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് ഇവരുടെ മനസ്സിൽ ഇതെല്ലാം ഒരു ഓവർലോഡറായിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അത് ഇവരെ തളർത്തിക്കളയുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കൂടി ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത്, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണെങ്കിൽ കൂടിയും ഇവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്ത് കൂടിയും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജീസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സോഫ്റ്റ് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള, റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എൻ്റെ ഭാഗത്തു നിന്ന് വന്നു പോയൊരു മിസ്റ്റേക്ക് എന്ന രീതിയിൽ ഒരു സോഫ്റ്റ് തിങ്കിങ് ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ആ ഒരു അപ്പോളജിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോട് പറയാനുള്ള ചില മനോഹരമായ വാക്കുകളൊക്കെ ഇങ്ങനെ ആ വ്യക്തിയെ കാണുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനെയുള്ള ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ നല്ല ഇഷ്ടത്തോടു കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെ പറയണം, അങ്ങനെയൊക്കെ അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നമുക്ക് അതൊക്കെയാണ് പറയാനായിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു നൈറ്റ് ഓഫ് സോർട്സ് വരുമ്പോഴത്തേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ അവർ ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് കടന്നു വരും എന്ന് നമ്മൾ പറഞ്ഞു. വീണ്ടും അതിനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാർഡുകളാണ് നൈറ്റ് ഓഫ് വാൻഡ്സ് വരുന്നത്. ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. സാഹചര്യം ശരിയാകുന്ന സമയത്ത്, അതായത് ഞാനിവിടെ പറഞ്ഞു അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അല്ലാതെ തന്നെ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആക്കി സാഹചര്യം ഓക്കെ ആകുന്ന ആ ഒരു സമയത്ത് അവർ ഒരു അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് വന്ന് കാണാനോ ഉള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അത് ഒരു ന്യൂ ബിഗിനിങ് അതോടുകൂടി ഉണ്ടാകും. ഒരു സ്പാർക്ക് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ
നമ്മളുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമായിരുന്നു. അതെ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ പുതിയൊരു എനർജിയോടെ നിങ്ങളിലേക്ക്, ഒരു ഫ്രഷ്നെസ്സോടെ നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവരുടെ ഉള്ളിൽ ശക്തമായ ഒരു ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഓവറോൾ എനർജി ആയിട്ട് പിന്നെ പറയാനായിട്ട് പറ്റുന്നത്, ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളെപ്പറ്റി ഇവർ എപ്പോഴും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷൻ നടത്താനും അതൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് ഒത്തിരിയധികം ആഗ്രഹമുണ്ട്. അതൊരു റീയൂണിയനിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ. ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് മടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യത വളരെ ഉയർന്നതായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജീസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. സ്ട്രോങ് ആയിട്ട് നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതൊരു കാമായിട്ടുള്ള ഒരു എനർജി ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2023 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഡ്രൈവർ, ഓക്കെ, 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ്, ഓക്കെ, നമ്പർ 22, 1975, ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ചാൻസ് ഉണ്ട്. നെയിൽ പോളിഷ്, സോഷ്യൽ മീഡിയ, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റൈഡർ, വീണ്ടും നമുക്ക് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. നമ്പർ 28, അതുപോലെ തന്നെ ക്രിക്കറ്റ്, നവംബർ മന്ത്, നമ്പർ 34, ബേക്കർ, 1980, encourages you, kindness, letter I, number 47, mole on right hand, letter X, tea lover, 2001, brown color, tattoo on neck, letter P, യെല്ലോ കളർ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.